എല്ലാവർക്കും നമസ്കാരം. ഓട്ടോക്കാര സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്നുള്ളത് വടകരയാണ്. അപ്പോൾ വടകര വരാനുള്ള കാരണം ഈ കഴിഞ്ഞ നമ്മുടെ സ്കൂൾ കലോത്സവത്തിൽ നല്ല നാടകം, മികച്ച നാടകം ഏറ്റവും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ നാടക കലാകാരന്മാരെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാവർക്കും ഞങ്ങളുടെ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് എല്ലാവരും പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്നും നമ്മുടെ സംസ്ഥാനത്ത് പോയപ്പോൾ എന്തൊക്കെയാണ് അനുഭവമെന്ന് ഇവരോട് നമുക്ക് ചോദിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തുക. മാഷേ, ഈ മാഷ വരുന്ന ഞാൻ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. മലയാളം അധ്യാപകൻ. ഓക്കെ അല്ലേ? എൻ്റെ പേര് ദേവാഞ്ജന എസ് മനോജ്. നാടകത്തിൽ എന്താ കഥാപാത്രം? ഞാൻ ശാന്ത എന്ന് പറഞ്ഞൊരു ക്യാരക്ടറെ ചെയ്യുന്നു. ശാന്ത അല്ലേ? ഓക്കെ, നമുക്ക് നാടകം നമുക്ക് ചെയ്യുമെന്ന് കാണാം അല്ലേ? അപ്പോൾ ഇയാള്? എൻ്റെ പേര് നിയാൻ എസ്വ. ഞാൻ നാടകത്തിൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വർക്ക് ചെയ്തു അല്ലേ? എന്റെ പേര് ഫിദൽ ഗൗതം. ഞാൻ നാടകത്തിൽ ചെല്ലപ്പനാശാരി എന്ന കഥാപാത്രം. ഞാൻ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വർക്ക് ചെയ്തു. അയാള്? എൻ്റെ പേര് അലൻ ഗോവിന്ദ്. ഞാൻ നാടകത്തിൽ ബലൂണുകാരൻ എന്ന വേഷം ചെയ്തു അല്ലേ? ഹലോ, എൻ്റെ പേര് ഇഷാൻ. നാടകത്തിൽ കുട്ടിയാരെ വിളിച്ചു. ഇവര്? എൻ്റെ പേര് ഗുരുപ്രണവ്. നാടകത്തിൽ ബാക്ക്ഗ്രൗണ്ട്. എൻ്റെ പേര് സിയാര. നിയ എന്ന ഒരു കഥാപാത്രം. നീയാണ് അല്ലേ? എൻ്റെ പേര് നിഹാർ ഗൗതം. ആണല്ലേ? എൻ്റെ പേര് യാഷിൻ റാം. ഞാൻ ബലൂണുകാരുടെ മകനായിട്ട് അവർ വെച്ചല്ലേ? അപ്പോൾ നിങ്ങൾക്കാണ് രണ്ടാൾക്ക് കിട്ടിയില്ലല്ലേ മികച്ച നടൻ. അപ്പോൾ ഇത് മാഷ വരുന്ന? എൻ്റെ പേര് മനോജ്. ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. ആണല്ലേ? അപ്പോൾ നിങ്ങളെ നാടക സംവിധായകൻ ജിനോനെ കുറിച്ച് എന്താ പറയുന്നത്? നാടക സംവിധായകൻ ജിനോ സാറ് ഞങ്ങളെ കൂടെ കൂടിയിട്ട് 2 വർഷമായി. 2 വർഷമല്ലേ? 2 വർഷമായി. നാടകത്തെ പുതിയൊരു തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു കേരളത്തിലെ തന്നെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നാടക പ്രവർത്തകനും സംവിധായകനും കൂടിയാണ് ജിനോ സാർ. ഈ വർഷം സംസ്ഥാനത്ത് 1ാം സ്ഥാനം നേടാനും അതുപോലെ ആ നാടകത്തിലെ 2 കഥാപാത്രങ്ങൾക്ക് മികച്ച നടന്മാരായിട്ട് മാറാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജില്ലയിൽ നിന്ന് നമുക്ക് 2ാം സ്ഥാനം കിട്ടി അപ്പീലിനാണ് പോയത്. അത് ജില്ലയിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത്. സ്റ്റേറ്റിലെത്തിയത് ആ നാടകത്തെ മറികടന്ന് 1ാം സ്ഥാനത്ത് എത്താൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു സംവിധായകൻ എന്ന രീതിയിലാണ് ജിനോ സാർ അറിയപ്പെടുന്നത്. അയാളുടെ സംവിധാന മികവ് എന്ന് പറയുന്ന കുട്ടികളെ കഴിവുകൾ കണ്ടെത്തി വളരെ കൃത്യമായി കണ്ടെത്തി അത് ആ രീതിയിൽ തന്നെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി ജിനോ സാറിന് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു നാടകം? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു അല്ലേ? തകർത്ത് എല്ലാവരും അഭിനയിച്ചിട്ടല്ലേ? എല്ലാവരും അഭിനയിച്ചോ തകർത്തിട്ട് അല്ലേ? അതുകൊണ്ടല്ലേ നമുക്ക് 1ാം സ്ഥാനം കിട്ടിയല്ലേ? എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി പോണേ. അപ്പോൾ നിങ്ങളൊരു സിനിമയിൽ അഭിനയിക്കുന്നതാണെങ്കിൽ ഈ ഒരു സിനിമാ നടി എങ്ങനെയാണ് സംസാരിക്കുക? അതാ ജാടായിട്ടൊന്ന് സംസാരിച്ചേ. ഞാൻ ഇപ്പൊ വരുന്നത് ഇംഗ്ലണ്ടിൽ നിന്നാണ്. അയ്യോ, ഇംഗ്ലണ്ടിൽ നിന്നാണോ? ഓക്കെ, എന്നിട്ട് ഞാൻ വന്നത് ഫ്ലൈറ്റിലായിരുന്നു വന്നത്. ഓക്കെ, രാവിലെ കഴിച്ചത് ഫ്രൈഡ് റൈസ് ആണ്. ഓ മൈ ഗോഡ്, സ്റ്റാർ ഹോട്ടലിലാണ് കഴിച്ചത്. ഓ മൈ ഗോഡ്. പിന്നെ ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു വലിയ ബടായി പറഞ്ഞു. നിങ്ങൾ ഒരു ബടായി പറഞ്ഞേ. ഒരു ബടായി നിങ്ങൾ ഇപ്പം പറഞ്ഞ അടിപൊളി ബടായിയാണ്. നിങ്ങളൊരു ബടായി പറഞ്ഞേ. എന്തെങ്കിലും പറഞ്ഞോ? തള്ളി മറിക്ക്. ഞാൻ ഇന്ന് വരുമ്പോൾ ഫ്ലൈറ്റിൽ വന്നു പറഞ്ഞില്ലേ? അപ്പോൾ അതുപോലെ വേറെ നിങ്ങൾ എങ്ങനെയാ വന്നത്? തീവണ്ടിയിലാണോ വന്നത്? എന്റെ അച്ഛൻ സൂപ്പറാണ്. എന്റെ അച്ഛൻ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ മാഷാണ്. അവിടെ അറിയപ്പെടുന്ന, ലോകത്തിൽ അറിയപ്പെടുന്ന, ഈ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മാഷായി മാറിയിട്ടുണ്ട്. അച്ഛൻ ഇംഗ്ലീഷാണ് എടുക്കുന്നത്. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇംഗ്ലീഷ് എനിക്ക് ഒട്ടും അറിയില്ലെങ്കിലും പക്ഷെ അച്ഛൻ എനിക്ക് നന്നായി മനസ്സിലാക്കി തരുന്നുണ്ട്. അച്ഛൻ പറയുന്നത് കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിൽ നിന്ന് എനിക്ക് ഒരുപാട് വാക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അടിപൊളി അടിപൊളി. ഒന്ന് കൈയെടുത്ത് അടുത്ത ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു കഥാപാത്രം ചായപ്പീടിയക്കാരൻ. ചായപ്പീടിയയിൽ ചായ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. തുടങ്ങിക്കോ. വാ, അടിപൊളിയടാ, അടിപൊളി. കൊട്. ഇനി കടി വേണം നോക്ക്. കടി വേണോ? കടി വേണ്ടടാ, കടി വേണ്ട. എനിക്ക് ചവിട്ട് തരാൻ തരാം. ഒരു കയ്യടി കൊടുക്ക്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ തരുന്നത് ഒരു ലോട്ടറി വിൽപ്പനക്കാരനാണ്. അപ്പോൾ അതെങ്ങനെയാ ലോട്ടറി വിൽക്കുക? നാളെയാണ് ഭാഗ്യക്കുറി. നാളെയാണ്. കടന്നു വരൂ. ഇതെടുക്കുന്നവർക്ക് 1 കോടി. കടന്നു വരൂ. നാളെയാണ്. അടിപൊളി. ഒരു കയ്യടി കൊടുക്കണം. അടിപൊളി. ശരി, നിങ്ങളൊരു ബസ്സിലെ കണ്ടക്ടറാന്ന് വിചാരിക്കാം. ആ ബസ്സിലെ കണ്ടക്ടർ എങ്ങനെയാണ് നിങ്ങൾ ബസ്സിലെ കണ്ടക്ടർ ആയാലും എങ്ങനെയായിരിക്കും? ഇവിടെ കൊടുക്ക്, ഇവിടെ ടിക്കറ്റ് കൊടുക്ക്, ഇവിടെ
ഓക്കെ, അടുത്ത കുറച്ച് മാറി ക്യാമറ, കുറച്ചുകൂടെ മാറിക്ക്, ഇത്തിരി മാറിക്ക്, ഇങ്ങോട്ട് മാറിക്ക്. പാസ് പാസ്സില്ലേ? എടാ ഓനെ പുറത്താക്കടാ. ഇങ്ങോട്ട് നിക്കടാ, ഇങ്ങോട്ട് പാസ് എടുക്കടാ. പാസ്സില്ലേ? എന്നാ ബസ്സിന്ന് പുറത്താക്കേണ്ടി വരും അല്ലേ? ഓക്കെ വടേരാ. ബാക്കി പിന്നെ തരാം. ഓക്കെ ഗുഡ്. എല്ലാവരും കൈയ്യടി കൊടുത്തേ. മികച്ച നടൻ. നിങ്ങളുടെ പേരെന്താ പറഞ്ഞത്? ഫിദൽ ഗൗതം. ഫിദലെ, ഞാൻ നിങ്ങൾക്ക് കയറുന്ന ക്യാരക്ടർ എന്താണെന്നറിയോ? ഒരു മീൻ വിൽക്കുന്ന ആള്. മീൻ. റെഡി, 1 2 3. മീനെ നല്ല പിടയ്ക്കുന്ന മീനെ അല്ല, എന്തൊക്കെയാ മീനുള്ള നിങ്ങളുടെ ഇവിടെ ബാക്കിലുള്ള ആള് മീൻ വാങ്ങുന്നത് ഓർക്കെന്താ പണം നോക്കിയാ? ഇവിടെ ഇപ്പൊ ഒരാളുണ്ടല്ലോ. എടാ വലിയ കൊഞ്ചൻ എടുത്തു കൊടുക്കടാ. ചീഞ്ഞിക്കടോ. അയ്യോ, ചീഞ്ഞ മീനാണോ കൊടുത്തത്? ശേ, അരക്കിലോ 100 രൂപ. 100 രൂപയോ? 100 രൂപയാവോ? അടിപൊളി. നിങ്ങൾക്ക് തരുന്നൊരു ഈ സ്കൂളിലെ മാഷാണ്, ഹയർ സെക്കൻഡറിയിലൊരു മാഷ്. ആ മാഷ് എങ്ങനെയാ സംസാരിക്കാം? മാഷ് റെഡി, 1 2 3. ഐപാഡ്. കുട്ടികളെ, നമ്മളിന്ന് എടുക്കുന്ന മലയാളാണ്. നമ്മൾ അവസാനം എവിടെ പറഞ്ഞു നിർത്തിയേ? സുഗതകുമാരിയുടെ കവിത എടുക്കാം. സുഗതകുമാരി. ആരാടടിച്ചേ? അയ്യോ അനപ്പോ ആരാണ് വീരപ്പേ? ഇവിടെ വാടാ. ഒരു ലോഗോ ഡിസൈൻ ഓക്കെ, എല്ലാവരും കൈ കൊടുത്തേ. ഓക്കെ, താങ്ക് യു. അപ്പം നിഹാറിന് എന്ത് ചെയ്യാൻ ആഗ്രഹം? സിനിമയിലൊരു വേഷം കിട്ടിയാൽ സിനിമയിൽ എന്ത് വേഷം ചെയ്യാൻ ആഗ്രഹം? കള്ളുകൂടിയ. എന്നാ പിന്നെ അത് കാണിച്ച്. റെഡി, 1 2 3. പിന്നെ ഇവിടെ നോക്കാം. ഒരു കയ്യോടെ എടുത്തോ. ഓക്കെ, മോൻ്റെ അടുത്ത് ചെറിയൊരു മിമിക്രി ഉണ്ടെന്ന് പറഞ്ഞു. ഒരു മിമിക്രി കളിച്ചേ. കളിച്ച. റെഡി, 1 2. മതി. അടിപൊളി. ഒരു കയ്യടി കൊടുത്തേ. മതി. ഓക്കെ, താങ്ക് യുടാ. ഇവരാണുള്ളത്. മോൻ്റെ പേരെന്നാ? നവതേജ്. എൻ്റെ മോൻ്റെ പേരാണ് നവതേജ് കേട്ടാ. അപ്പം മോനെ എന്ത് ചെയ്യാൻ ആഗ്രഹം? മോഹൻലാലിന് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നാ ചെയ്തു? സവാരിഗിരി. താങ്ക് യു. നന്നായിട്ട് അഭിനയിച്ചേട്ടാ. ചെയ്തോ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അടിപൊളിയായിട്ട്. കാരണം നമ്മൾ സ്പോട്ടിൽ തന്നു, നിങ്ങൾ സ്പോട്ടിൽ അത് അഭിനയിച്ച് കാണിച്ചു തന്നു. എന്തായാലും എല്ലാവരും മികച്ച നടന്മാരാണ്. അതിന് എൻ്റെ ഒരു പ്രത്യേക താങ്ക്സ്. ഇനി നമ്മൾ നാടകത്തിൽ നാടകത്തിൽ എങ്ങനെയൊക്കെയായിരുന്നു ഈ നാടകം നിങ്ങളെ സെലക്ട് ചെയ്തത്? നാടകത്തിലെ സംവിധായകനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ആരാ പറയുന്നത്? ഫിദൽ പറയും. ഞാൻ കഴിഞ്ഞ വർഷം തൊട്ടുണ്ട്. നാടകം വളരെ പെട്ടെന്നുണ്ടായി വന്ന നാടകമാണ്. ചുരുങ്ങിയ കാലയളവിൽ. ഇതിനു മുന്നേ ഒരു സയൻസ് നാടകം
സാർ തന്നെ ചെയ്തിരുന്നു നമ്മുടെ സ്കൂളിൽ തന്നെ. തല എന്ന് പറയുന്ന നാടകം, അത് ദക്ഷിണേന്ത്യയിൽ വരെ പോയി. അതിൽ ഞാനും യാസിനും ഉണ്ടായിരുന്നു, ഇവനും പിന്നെ നീഹാറും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അതിനുശേഷം ഞങ്ങൾ 4 പേരും അതേപോലെ തന്നെ പുറത്തുള്ള കുറെ പേരെയും സെലക്ട് ചെയ്തു. എന്നിട്ട് നാടകം ഉണ്ടാക്കിയെടുത്തു സാർ. കഴിഞ്ഞ പ്രാവശ്യം ഒരു വിവാദ നാടകം ഉണ്ടായിരുന്നു, അതേ നാടകം? വിവാദമല്ല, സമൂഹത്തിൽ നടക്കുന്ന രാഷ്ട്രീയം ഉള്ള നാടകമായിരുന്നു അത്. അതല്ലേ, ഷിറ്റ് എന്ന് പറയുന്ന നാടകം. ഷിറ്റ് എന്നുള്ള നാടകം. അത് ഇവരൊക്കെ ഉണ്ടായിരുന്നോ? ഓ, ഷിറ്റില് 2-3 ആൾക്കാരുണ്ടായിരുന്നു. ദേവാഞ്ചൻ ഉണ്ടായിരുന്നു, യാഷിൻ ഉണ്ടായിരുന്നു, അലൻ ഉണ്ടായിരുന്നു. അലൻ ആ സമയത്ത് സംസ്ഥാനത്തെ മികച്ച നാടകമായിരുന്നു. ആണല്ലേ? ഷിറ്റില് അലനെ പൊളിയടാ, പൊളി. ഓക്കെ, പിന്നെ ഞാൻ എല്ലാവരും ഉണ്ടായിരുന്നു അല്ലേ നാടകത്തെ കുറിച്ചിട്ട്? നമ്മള് ശ്വാസം എന്ന് പറഞ്ഞ നാടകം ഏകദേശം 5-6 ദിവസം കൊണ്ട് ചെയ്തെടുത്തൊരു നാടകമായിരുന്നു. അല്ല, അതിന്റെ ഒരു തീവ്രതയും കുട്ടികളുടെ ഒരു ഫയർ ആ നാടകത്തിൽ ഉണ്ടായിരുന്നു. ചില സാറ് ആ ചുരുങ്ങിയ സമയം കൊണ്ട് സാറിന്റെ കഴിവിന്റെ പരമാവധി എടുത്തിട്ടായിരുന്നു ആ നാടകം ചെയ്തത്. 6 ദിവസം കൊണ്ടാണ് നമ്മൾ സെറ്റാക്കിയത്. അപ്പൊ എല്ലാവരും സെറ്റായിരുന്നോ സ്ഥാനത്ത്? എല്ലാവരും റെഡി ആയിരുന്നു. 6 ദിവസം കൊണ്ട് ഇങ്ങനെ നാടകം പഠിച്ച് അത് സ്റ്റേജിൽ കാര്യമില്ലേ? അത് വലിയ സംഭവം തന്നെ. കാരണം സ്റ്റേറ്റ് നാടകമല്ലേ അല്ലേ? ആ നാടകത്തിൽ 6 ദിവസം കൊണ്ട് നിങ്ങൾ പഠിച്ചിട്ട് ആക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളെ സമ്മതിക്കണം. എൻ്റെ കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് എനിക്ക് അടിക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. മോനെന്താ പറയല്ല? മോനെ ഏതാ കഥാപാത്രം? ഒരു കുട്ടിയാര്. ഏതായിരുന്നു ഡയലോഗ്? ഒരു നാടകത്തിലൊരു ഡയലോഗ് പറഞ്ഞു. ആ ഗുഡ്. നിങ്ങളെ നാടകത്തിൽ നിങ്ങളെ അഭിനയിച്ച ഓരോ സംഭാഷണങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. ആദ്യം ഇവിടുന്ന് തുടങ്ങാം. ഒരു സംഭാഷണം പറഞ്ഞോ. ഓരോരോ പുതിയ കളികള് വരട്ടെ, കാട്ടിത്തരാം. അപ്പോ ബാലൻ വീട്ടിലില്ല. അടുത്ത അടിപൊളി. ഇനി നിങ്ങളെ ഡയലോഗ്. ഈ ജീവിതം എന്ന് പറയുന്നത് ഊതി വീർപ്പിച്ച ഒരു ബലൂണ് പോലെയാ. വിടർന്ന് വിരിഞ്ഞു വെക്കുമ്പോ കാണാൻ നല്ല ചേല, എന്നാ ചെറിയൊരു മുള്ളുകുത്തിന്റെ മൊനകൊണ്ടൊന്ന് തട്ടിയാ മതി, അത് പൊട്ടിപ്പോവും, ചെതറിപ്പോവും. അടിപൊളി. ഇനി ഒരു സംഭാഷണം. എന്നാലും എന്നെ ചെല്ലപ്പനാശാരി ഒരു പുലിയാണ്. ആണോ? പുലിയാണല്ലേ? അപ്പൊ അടുത്ത്. കഷ്ടം, ഊതി വീർപ്പിച്ച നുണക്കഥകൾ കൊണ്ട് ഒരുത്തിന്റെ ജീവനെടുത്തപ്പോ സന്തോഷമായി എല്ലാവർക്കും. മഞ്ഞപ്പിത്തം പിടിച്ച നിങ്ങളുടെ ഭക്ഷണം കണ്ടുകൊണ്ട് നോക്കിയാ വൃത്തിയായിട്ട കാഴ്ചകളെ കാണൂ. ഓക്കെ, ഗുഡ്. അപ്പൊ നമ്മളെ മികച്ച നടൻ ആട്ടും തുപ്പും അടിയും കൊണ്ടൊരു അപശകുനം പോലെ. ഇനി ഞാൻ വേണ്ട. ബലൂണ് ബാലന്റെ മോൻ പോവുക, ആർക്കും തോറ്റു കൊടുക്കാതെ ശ്വാസം വലിച്ചു പിടിച്ച് പഠിച്ച അതേ ആഴത്തിലേക്ക്. ഇനി ഒരിക്കലും തിരിച്ചു വരാത്തൊരു ഒരുപ്പോക്ക്. അപ്പൊ നമ്മളെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഇവരുടെ അഭിനയം കണ്ടു, സംവിധായകനെ കുറിച്ച് പറഞ്ഞു. അപ്പം എന്തായാലും വളരെ സന്തോഷം നിങ്ങളൊന്ന് പരിചയപ്പെടാൻ പറ്റിയതിൽ. നിങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ കഥാപാത്രങ്ങളായി പെട്ടെന്ന് തന്നെ അഭിനയിച്ച് കാണിച്ചു. ഒരുപാട് സന്തോഷം. എന്തായാലും നമ്മുടെ ചാനൽ ഓട്ടോക്കാരൻ കുട്ടി എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പം നിങ്ങൾ സ്കൂളിലെ മാഷന്മാരോടും ടീച്ചർമാരോടും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യൂലേ? ഉറപ്പല്ലേ? ഇതൊന്ന് കൈയടിച്ചേ. അപ്പം പ്രിയപ്പെട്ടവരെ, ഇവരുടെ നാടകം നമ്മൾ സ്റ്റേജിലേക്ക് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം സ്റ്റേജിലെത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ ഇവരെ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തത്. നമ്മൾ പോവല്ലേ? ഇനി നമുക്ക് സ്റ്റേജിൽ പോയി നാടകം കളിക്കാം അല്ലേ? അപ്പം നമ്മളെ നാട്ടുകാർക്കാണ് നാടകം കാണിക്കാൻ വേണ്ടി പോകണം. റെഡി അല്ലേ? എന്നാ ഓക്കെ, റെഡി, വരി, വാ റെഡി, ഓക്കെ. നമ്മൾ നാടകം കളിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് പോവാണ് ഇവര്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു എംബുണ്ട സ്കൂളിലെ നാടക പ്രതിഭകൾ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നല്ലേ വീഡിയോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ വീഡിയോ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.